ആയിരിക്കും കൂൾ മിഠായി എന്നൊക്കെ പറഞ്ഞ സാധനം കുട്ടികൾക്ക് നീട്ടുമ്പോൾ ഈ മയക്കുമരുന്ന് വ്യാപാരികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതും ഹൃദിസ്ഥമാക്കിയതും അതേപോലെ ഉത്തരക്കടലാസിൽ കൊടുക്കാനും ഒരു കാര്യവും മറന്നുപോകാതെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനും നിങ്ങളുടെ തലച്ചോർ കുറച്ചുകൂടെ വൈഭവം കാണിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന പ്രേരിപ്പിക്കുന്ന ശക്തിയാകുന്ന ഒരു മിഠായിയാണ് കൂൾ മിഠായി. പരീക്ഷാനങ്ങളിലും കഞ്ചാവ് നിയമവിധേയമാണ്. എന്നാൽ കഞ്ചാവിന് മനുഷ്യ ശരീരത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒരു പഠനവും ഇതുവരെ തെളിയിച്ചിട്ടില്ല. എന്റെ പരമായ സംശയം കഞ്ചാവ് വിൽപ്പന പ്രോത്സാഹിപ്പിക്കാൻ ഈ ഏജൻസികൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കല്ലുവെച്ച നുണയായിരിക്കാം ഇത്. കിട്ടാതായിരിക്കുന്നു എന്നാണ് ഇവൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പോലീസ് ഒരു 600 കേസ് എടുത്തപ്പോ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. ഇതൊക്കെ അമ്പരപ്പിക്കുന്ന കണക്കാണ്. അതിൽ 15-17% പെൺകുട്ടികളാണ്. നമ്മുടെ കുട്ടികളുടെ യാത്ര എങ്ങോട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു മാരകമായ വിഷലഹരിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചില ആളുകൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ രാസലഹരിക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മദ്യത്തിനെതിരായി സംസാരിക്കുന്നില്ല? കള്ളുകുടിച്ചൊരു വീട്ടിൽ കയറുന്നത് പോലെ അല്ല ഈ രാസലഹരി കഴിച്ചാൽ. നിങ്ങൾക്കറിയാം, ബ്രൗൺ ഷുഗറും കൊക്കയിനും ഇതേപോലെ LSDയും കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ കേരളത്തിലൊരു സാധാരണ പദമായത് എപ്പോഴാണ്? കോവിഡ് കാലം കഴിയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ കുറേശ്ശെയായി രാസലഹരിയിലേക്ക് നീങ്ങി തുടങ്ങിയത്. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. കാര്യം ഞാൻ ഈ കഴിഞ്ഞ 31 ദിവസങ്ങളിലായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇത്. ഞാൻ അമ്പരന്നുപോയി. എന്റെ വാർത്താ സംഘം നടുങ്ങിപ്പോയി. കാരണം നമ്മൾ AC മുറിയിലിരുന്ന് വായിച്ചു വിട്ട വാർത്തകളെക്കാൾ യാഥാർത്ഥ്യം ഒരുപാട് അകലെയാണ്. എനിക്ക് കേരളത്തെ ചിലയിടങ്ങളിൽ മനസ്സിലായില്ല. ഇതാണോ എന്റെ മണ്ണ്? എനിക്ക് പിറന്ന ഈ മണ്ണ് എപ്പോഴാണ് ഇങ്ങനെ മാറിയത്? നിങ്ങൾ ഓരോരുത്തരും ചങ്കിൽ കൈവച്ച് ചോദിക്കണം. ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വലിയൊരു സംഘം ആളുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതെല്ലാം മലയാളികളാണ്. കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി ബാഗ് നിറയെ രാസലഹരിയുമായി കേരളത്തിലെത്തി ഓരോ കുട്ടികളെ തേടി നടന്ന് കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന വലിയൊരു മാഫിയ സംഘം. വിദേശ നാടുകളിൽ തായ്ലൻഡിൽ ഇരുന്ന് ഈ നെറ്റ്വർക്ക് നിയന്ത്രിക്കുന്ന മാഫിയ സംഘത്തെക്കാൾ വലിയ അപകടകാരികളാണ് ഇവർ. ആകാശം മുട്ടയുള്ള ഒരു വീട് നിർമ്മിച്ചു വയ്ക്കുവാനോ അതല്ലെങ്കിൽ സ്വന്തം ജീവിതം ഭംഗിയാക്കാനോ തൊട്ടയലത്തുള്ള കുഞ്ഞിന്റെ ജീവിതം വലിച്ചു കീറുകയാണ് ഈ നരാധമൻ, ഈ നെറികെട്ടവൻ ചെയ്യുന്നത്. ഇവരോടൊന്നും അനുതാപം കാണിച്ചിട്ടൊരു കാര്യമില്ല. നമ്മുടെ ക്ഷമിക്കും ഒരു അതിലുണ്ടെന്ന് അവർ അറിയണം. കോഴിക്കോട്ടെ ഈ പരിശുദ്ധമായ മണ്ണിൽ, ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയുന്നു. എനിക്കൊക്കെ ചില ഭീഷണികൾ